ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള നല്ലൊരു കോഫ്ത കറിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഉരുളക്കിഴങ്ങിൻ്റെ കോഫ്ത കറി? നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിക്കൊപ്പം ചോറിനൊപ്പമൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് കടായി അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് ഇങ്ങനെ കൊത്തി അരിഞ്ഞത് കേട്ടോ. പിന്നെ 2-3 പച്ചമുളക് എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് അതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റുക. ആ സവാളയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവണം കേട്ടോ. ഒരു ചെറിയ സവാള എടുത്താൽ മതി. അപ്പോൾ ആ സവാളയൊക്കെ വാടി വരുമ്പോൾ ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ ചേർക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, അത്രേ വേണ്ടൂ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചതാണ് ചേർക്കുന്നത്. നല്ല ഒട്ടും കട്ടയില്ലാതെ കഷ്ണങ്ങളില്ലാതെ അങ്ങനെ ഉടച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ 2 ഉരുളക്കിഴങ്ങ് വേവിച്ചതാണിത്. അതായത് കപ്പ് കണക്കിന് പറയുകയാണെങ്കിൽ വേവിച്ച് ഉടച്ചതിൻ്റെ ശേഷം 1 കപ്പ് നിറച്ചുണ്ടായിരിക്കും. ഏതാണ്ട് 2 ഉരുളക്കിഴങ്ങ് വേണ്ടി വരും. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ 2 വലിയ ബ്രെഡ് ഒന്ന് കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരു ചീസ് ക്യൂബ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒരു ചീസ് ക്യൂബ് മതിയാവും, അതിൽ കൂടുതൽ ആവശ്യമില്ല. അപ്പോൾ ഞാനിതിൽ ചേർത്തിട്ടില്ല. എല്ലാം കൂടി നന്നായിട്ട് കുഴച്ച് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വാട്ടർ കണ്ടൻറ്റ് കുറച്ച് കൂടുതൽ തോന്നുകയാണെങ്കിൽ ഇതിൽ കുറച്ച് മൈദ ചേർക്കാം. 1-2 സ്പൂൺ മൈദ ചേർത്തിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ പിന്നെ പൊട്ടില്ല. ഒന്നുണ്ടാക്കിയിട്ട് എണ്ണയിലിട്ടിട്ട് നോക്കുക, അത് പൊട്ടുണ്ടോ നോക്കുക. പൊട്ടുന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് മൈദ ചേർത്തിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ പിന്നെ പൊട്ടില്ല. മൈദ കുറേ കൂടുതൽ അങ്ങോട്ട് ചേർക്കരുത്. ഇനി ഇതേപോലെ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള ഉരുളകളാക്കി എടുക്കുക കേട്ടോ. ഇനി ഇത് വറുത്തെടുക്കാം. നല്ല ചൂടായ എണ്ണയിലേക്ക് ഇതിട്ടിട്ട് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുക. എന്നിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ വറുത്തെടുക്കുക കേട്ടോ. ഇത് ഒരേ സമയം തന്നെ ഒരു 7-8 എണ്ണമൊക്കെ വറുത്തെടുക്കാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിക്കുക, ബ്രെഡ് സ്ലൈസസ് ചെറുതാണെങ്കിൽ ഒരു 3 സ്ലൈസസ് എടുക്കേണ്ടി വരും. ഞാനെടുത്തത് വളരെ വലുതാണ്. അതുപോലെ തന്നെ ആദ്യം ഒന്ന് എണ്ണയിലിട്ടിട്ട് ഉണ്ടാക്കി നോക്കുക. പൊട്ടുകയാണെങ്കിൽ അതിൽ കുറച്ച് മൈദ ചേർത്തിട്ട് ബാക്കിയുള്ള മാവിൽ, അതായത് ബാക്കിയുള്ള ഉരുളക്കിഴങ്ങ് മിക്സിൽ കുറച്ചും കൂടി മൈദ ചേർത്തിട്ട് 1-2 സ്പൂൺ മൈദ ചേർത്താൽ മതി കേട്ടോ. മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി അത് ഉരുട്ടിയെടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ പിന്നെ പൊട്ടിപ്പോകുന്ന പ്രശ്നം വരില്ല കേട്ടോ. ഇനി ഗ്രേവി ഉണ്ടാക്കാം. അപ്പോൾ സെയിം കടായി തന്നെയാണ്, ഞാനത് കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ. അതിൽ കുറച്ച് എണ്ണ എടുത്ത് 1-2 ടേബിൾ സ്പൂൺ, ഞാനിപ്പോൾ വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 സാമാന്യം കുറച്ച് വലുപ്പമുള്ള സവാള ചെറുതായി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. പിന്നെ 3-4 വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചത്. വലുതാണെങ്കിൽ 3 വെളുത്തുള്ളി മതി, വളരെ ചെറുതാണെങ്കിൽ ഒരു 4 വെളുത്തുള്ളി വരെയൊക്കെ എടുക്കാം കേട്ടോ. 2-3 പച്ചമുളക് എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് അതും കൂടി ചേർക്കുക. കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ മുളക് പൊടി. അത് എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് മാത്രം ചേർത്താൽ മതി കേട്ടോ. ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട്. ഒരു 1/2 ടീസ്പൂൺ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വഴറ്റുക. ആ പൊടികളുടെയൊക്കെ ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറണം, പച്ചമണമൊക്കെ ഒന്ന് മാറണം. ഇപ്പോൾ ഇതാ പൊടികളൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം തക്കാളി ചേർക്കുക. അധികം പുളിയില്ലാത്ത തക്കാളി ഒരു 3/4 കപ്പ് അരിഞ്ഞതാണ് ഇപ്പോൾ ഞാൻ ചേർത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ കപ്പിൽ തന്നെ, ആ ഉരുളക്കിഴങ്ങ് എടുത്ത കപ്പിൽ തന്നെ ഒരു 3/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. എന്നിട്ട് ഒന്ന് വെള്ളം തളിച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കുക. അപ്പോൾ അത് പെട്ടെന്ന് വെന്ത് എണ്ണ തെളിഞ്ഞ് വരും. ഇപ്പോൾ കണ്ടില്ലേ, വെന്തിട്ട് നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് നല്ല ചൂടുള്ള വെള്ളം കൂടി ഒഴിക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിള വരട്ടെ. ഇത് നന്നായിട്ട് തിള വന്നു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഒരു 5-6 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് കുറുകി വരും, എണ്ണയൊക്കെ ഒന്ന് മീതെ തെളിഞ്ഞ് വരും. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഗ്രേവി ഇങ്ങനെ തിക്കായിട്ട് വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂണ് കോൺഫ്ലോർ ഒന്ന് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് ചേർക്കാം. അധികം ചേർക്കരുത്, ഒരു 1/2 ടീസ്പൂണിനേക്കാൾ കുറവായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് കട്ടിക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ കോൺഫ്ലോർ ഒന്നും ചേർത്തിട്ടില്ല, വേറെ ഒന്നും ചേർത്തിട്ടില്ല.
അപ്പോൾ ഇതാ കുറച്ച് നേരം അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടില്ലേ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഗരം മസാല പൊടി ചേർക്കാം. ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില കൂടി ചേർക്കുക. എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. കണ്ടില്ലേ സൈഡിലൊക്കെ ഗ്രേവിയിൽ ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അങ്ങനെയാകുമ്പോഴാണ് ഗ്രേവിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. എണ്ണ നന്നായിട്ട് തെളിയണം. ഇനി അവസാനം ഇതിലേക്ക് കോഫ്ത ചേർത്തിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് കോഫ്ത ഈ ഗ്രേവിയിൽ മിക്സ് ചെയ്യാവൂ. അല്ലെങ്കിൽ കോഫ്ത വല്ലാതെ സോഫ്റ്റായിട്ട് വല്ലാതെ സോഗിയായിട്ട് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഗ്രേവി റെഡിയാക്കി വയ്ക്കുക, അതുപോലെ തന്നെ കോഫ്തയും റെഡിയാക്കി വയ്ക്കുക. നമ്മൾ സെർവ് ചെയ്യണ സമയത്ത് ഈ ഗ്രേവി ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് കോഫ്ത ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് അപ്പോൾ തന്നെ സെർവ് ചെയ്യണം. കോഫ്ത ചേർത്ത ഉടനെ നമ്മൾ സെർവ് ചെയ്യണം, അല്ലെങ്കിൽ കോഫ്ത സോഗിയായി പോകും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. ആദ്യം തന്നെ രണ്ടും ഉണ്ടാക്കിയിട്ട് റെഡിയാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ചപ്പാത്തിയുടെ കൂടിയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക്